ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പൊറോട്ട സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 2 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി അധികം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി കടയിൽ നിന്ന് പൊറോട്ട വാങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറൈറ്റി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതും കൂടി നല്ലതുപോലെ തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിന് പകരം ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. ഇത് കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തത്. അവർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണല്ലോ. എന്നിട്ട് ബട്ടർ നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുട്ടയുടെ ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 2 പൊറോട്ടയ്ക്കുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കുക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൊറോട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാവേ. ഞാൻ വെച്ച് കൊടുക്കാൻ പോവുകയാണേ. വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഈ പാനിൽ നിന്ന് ഈ മുട്ട ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, പാനിൽ നിന്ന് പൊറോട്ട അങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റാം. അങ്ങനെ നമ്മൾ സെർവിംഗ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, പകരം സോസുകളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. കൊച്ചുങ്ങൾക്ക് വെജിറ്റബിൾസ് അത്ര ഇഷ്ടമല്ലല്ലോ കഴിക്കാൻ. അപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റോ അതുപോലെ തന്നെ കുക്കുംബറോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, തക്കാളി ഏതാണെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചില്ലി മയോ സോസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓവറായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതും കൂടി നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാ മയണൈസ് ഉണ്ടല്ലോ, നമ്മുടെ സാധാ മയണൈസ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മയണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അധികം ഓയിലോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ മയണൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ തയ്യാറാക്കി ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പൊറോട്ട ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലും ഞാൻ സെയിം സോസുകൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, സെയിം സോസുകൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മോൾക്ക് കുറച്ച് ടൊമാറ്റോ ഇഷ്ടമുള്ളതുകൊണ്ട് ടൊമാറ്റോ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടൊമാറ്റോ കൂടി നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ടൊമാറ്റോ ഞാൻ സ്ലൈസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൊമാറ്റോ പീസും കൂടി നമുക്ക് ഇതുപോലെ എങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് സ്ലൈസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാൻഡ്വിച്ചിൽ കഴിക്കുന്ന എന്തൊക്കെയാണ്, കുക്കുംബർ ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ മുളക്, എന്ത് വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വലിയവർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ സാൻഡ്വിച്ച് തയ്യാറാക്കി കഴിക്കാം. അതെല്ലാം സിമ്പിളായിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കച്ചപ്പും സോസൊക്കെ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിനെ റോൾ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരിൽ തീർച്ചയായിട്ടും കണ്ട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.